നിയുക്ത KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP KPCC പ്രസിഡന്റ് കെ സുധാകരനെ സന്ദർശിച്ചു. നടാലിലെ വീട്ടിലെത്തിയാണ് സന്ദർശിച്ചത്. KPCC നേതാക്കളായ PM നിയാസ്, സോണി സെബാസ്റ്റ്യൻ എന്നിവരും സന്നിഹിതരായിരുന്നു. സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നതിനു മുന്നേ കെ സുധാകരന്റെ അനുഗ്രഹം വാങ്ങാൻ വന്നതാണെന്നും പാർട്ടി ഒറ്റക്കെട്ടായി മുൻപോട്ടു പോകുമെന്നും ഷാഫി പറമ്പിൽ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാൻ വന്നതാണ്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഓരോ പാർട്ടി പ്രവർത്തനവും ആഗ്രഹിക്കുന്ന അതിശക്തമായിട്ടുള്ള നിലപാട്. ഇപ്പോൾ താങ്കൾ ഇച്ചിരി ഒന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പിന്നെയും വളച്ചും ഓടിച്ചും ഒക്കെ ചോദിച്ചു നോക്കിയിട്ടും പാർട്ടി താല്പര്യങ്ങളെ മുൻനിർത്തി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഇപ്പം പാർട്ടിയുടെ ചുമതല ഏൽപ്പിച്ചപ്പം എൻ്റെ KPCC പ്രസിഡന്റ് ആയിരുന്നു, ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ബോഡിയിൽ നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. ഇപ്പം ചേഞ്ച് ചെയ്യപ്പെട്ട അനേകം KPCC പ്രസിഡന്റുമാർക്കൊന്നും അങ്ങനെ ഒരു എസ്കലേഷൻ പാർട്ടി പെട്ടെന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ പദവിയിലിരിക്കുന്ന ഒരാൾ, സീനിയർ ആയിട്ടുള്ള ഒരാൾ, നമ്മുടെ ഫൈറ്റിൻ്റെ മുഖമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം, ബ്ലെസ്സിങ്സ് ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് മുന്നോട്ട് ഏറ്റവും വലിയ കരുത്താണ്. അപ്പോൾ അദ്ദേഹം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ ഇതിൽ നിന്ന് എടുത്തു മാറ്റമല്ല, അദ്ദേഹം കൂടെ ലീഡ് ചെയ്യുന്ന ഒരു ടീമിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഒരു ടീമായി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റക്കെട്ടായി പാർട്ടി പ്രവർത്തകരുടെ, ഇപ്പോൾ അതാ ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോവാണ്. അതിലാരാ ഫേസ് ചെയ്യുന്നത്? പാർട്ടിക്ക് വേണ്ടി വീട് കയറി ഇറങ്ങുന്നവൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിൽ അവരാഗ്രഹിക്കുന്ന തരത്തിൽ അതിന് ലീഡ് ചെയ്യാൻ നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. പ്രവർത്തകൻ ഓരോ വീട്ടിലും കയറി ഇറങ്ങിയവനാണ് പാർട്ടിയുടെ മുഖം. അപ്പോൾ അവർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവരാഗ്രഹിക്കുന്ന തരത്തിൽ പാർട്ടി നിലപാടെടുക്കുക, നയങ്ങളെടുക്കുക, വർക്ക് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ സമയമാണ് വരാൻ പോകുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ജനങ്ങളെ കേൾക്കും. ജനങ്ങൾക്ക് ആവശ്യമുള്ളത്, അവരാഗ്രഹിക്കുന്ന, അവരർഹിക്കുന്നത് കേരളത്തിൽ നൽകാൻ. അത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു ഭരണമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ജനങ്ങളുടെ ശബ്ദമായിട്ട് പാർട്ടി ഉണ്ടാവും. അതുതന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വം നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. നിയമസഭക്കകത്തും പുറത്തും പൊളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് പറയുന്ന, ജനങ്ങൾക്കിടയിൽ നല്ല പിന്തുണയുള്ള, ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ നല്ല മുൻതൂക്കമുള്ള ഒരാൾ ഈ ജില്ലയിൽ നിന്ന് തന്നെ പാർട്ടിയെ നയിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നു. അടൂർ പ്രകാശിനെ പോലൊരാൾ, ആറ്റിങ്ങൽ പോലൊരു സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾ, അദ്ദേഹം UDFൻ്റെ കൺവീനറാവുന്നു. വിഷ്ണുവേട്ടനെയും അതുപോലെ തന്നെ AP അനിൽകുമാർ, അനിലേട്ടനെയും പോലുള്ള ആളുകൾ വർക്കിംഗ് പ്രസിഡൻ്റായി കൂടെ ഞങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടും. അപ്പോൾ ഒരു പ്രോപ്പർ ബ്ലെൻഡ്, ഒരു നല്ല ടീമും, ഇൻഡിവിജ്വലിസ്റ്റിക് അല്ല, ഒരു നല്ല ടീമാണ്. സുധാകരേട്ടൻ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് വരുന്നു. അതിനകത്ത് പ്രവർത്തകൻ നെഗറ്റീവായി പോകുന്ന സാഹചര്യം ഇല്ല. അവർ പാർട്ടി ഡിസിഷൻ്റെ കൂടെ അവരെല്ലാവരും ഉണ്ട്. ഇനി പറഞ്ഞു വിളിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത് ചെയ്യാവുന്ന അപകടങ്ങളൊന്നുമല്ല പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത്. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു തീരുമാനമാണ്. സൗഹൃദാന്തരീക്ഷത്തിലാണ് കോൺഗ്രസ് മുൻപോട്ടു പോകുന്നത്. എന്റെ പാർട്ടി പറഞ്ഞാൽ അനുസരിക്കും. പിണറായിയെ താഴെ ഇറക്കുക തന്നെയാണ് ലക്ഷ്യമെന്നും തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതുപക്ഷത്തെ തോൽപ്പിക്കുമെന്നും ആ ലക്ഷ്യം നേടുമെന്നും കെ സുധാകരനും മാധ്യമങ്ങളോട് കൂട്ടിച്ചേർത്തു. എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. നിസ്സാരമായ ചില പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകും. കോൺഗ്രസിന്റെ അകത്ത് തർക്കങ്ങളുണ്ടെങ്കിൽ തർക്കങ്ങൾ എപ്പോഴും തീർക്കുന്ന എല്ലാ കാലഘട്ടവും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അടുത്ത കാലമൊന്നും കോൺഗ്രസിന്റെ അകത്ത് ഇത്രയും ഐക്യം ഉണ്ടായ ഒരു കാലം ഉണ്ടായിട്ടില്ല. അത് നമ്മൾ വീണ്ടും അത് തന്നെ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. നമുക്ക് അതിനകത്ത് ഒരു ആശങ്കയുമില്ല, ഒരു ഭയപ്പാടില്ല, ഒന്നുമില്ല. സൗഹൃദമായ അന്തരീക്ഷത്തിലാണ് കോൺഗ്രസ് പോകുന്നത്. ദേശീയ തലത്തിലാക്കിയാൽ പിന്നെ ദേശീയ തലത്തിൽ പാർട്ടി പറഞ്ഞാൽ ഞാൻ പോണ്ടേ? ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കോൺഗ്രസിനെ പ്രചരിപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ലേ? എൻ്റെ പാർട്ടി പറഞ്ഞാൽ കേൾക്കണ്ടേ? അതെൻ്റെ ഉത്തരവാദിത്തമല്ലേ? അല്ലെങ്കിൽ ഞാനെന്തോ പാർട്ടിക്കാരനാ? പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. എനക്കതിനുള്ള വഴിയും അതിനുള്ള അവസരങ്ങളൊന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പിണറായി വിജയനെതിരെയുള്ള പോരാട്ടം തുടരും. തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതുപക്ഷത്തെ ഞങ്ങൾ തോൽപ്പിക്കും. ഒരു തർക്കമൊന്നും വേണ്ട. അത് വാക്കാണ്, നിങ്ങൾക്ക് കണ്ടറിയാം. ഐ ആം ഓൾവേസ് ഹാപ്പി. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഇരുന്നോ? എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല, MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Golden Diamonds, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുര, the real source of purity. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391.
നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.